ഡ്രീം ഡ്രൈവിന്റെ ഒരു വിന്റേജ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയകാല ഇന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന വണ്ടി, എന്നാൽ 3 വർഷം കൊണ്ട് ഇന്ത്യൻ നിരത്തുകളിൽ നിന്ന് അപ്രത്യക്ഷമായ വണ്ടി. അതെ, സ്റ്റാൻഡേർഡ് 2000. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാറാണിത്. ശരിക്കും 1985 ഇന്ത്യയിലേക്ക് വന്ന്, അതായത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെന്റിൽ പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോസും സെൻട്രൽ ലോക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, അതായത് സീറ്റ് ബെൽറ്റും പിന്നെ ഇതെല്ലാം കൂടി അന്നത്തെ ഒരു പ്രീമിയം വണ്ടിയാണ് ഞങ്ങളുടെ മുമ്പിൽ നിന്നിരിക്കുന്നത്. ഈ കിടക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് 2000. അപ്പോൾ അന്ന് ആക്ച്വലി 1985 3 വർഷമാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന്റെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 88 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇത് ക്ലച്ച് പിടിച്ചില്ല. അതെ, ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം, ഇത് മോഡിഫൈ ചെയ്ത് ഭയങ്കര ലുക്കിൽ കൊണ്ടു നടക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് കിട്ടിയപ്പോൾ ഇതിൻ്റെ റോഡ് എക്സ്പീരിയൻസും ഇതിൻ്റെ ഈ എക്സ്റ്റീരിയറും ഇന്റീരിയറും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര കൊതിച്ചിരിക്കുന്ന സംഭവമാണ്. കാര്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു 1985 ഈ ഒരു മോഡൽ വന്നു എന്ന് കഴിയുമ്പോഴത്തേക്കും എത്ര അഡ്വാൻസ്ഡ് ആണ്. അതെ, ഇനിയും മനസ്സിലാക്കാനായിട്ട് പറയണമെങ്കിൽ നമ്മുടെ PT ഉഷ ചേച്ചിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് സമ്മാനമായിട്ട് കൊടുത്ത മെഡൽ നേടിയ സമയത്ത് സമ്മാനമായിട്ട് കൊടുത്ത വാഹനമാണ്. ആൻഡ് നമ്മുടെ ലീഡർ യൂസ് ചെയ്തിരുന്ന വാഹനമാണ്. നമ്മൾ ഒരുപാട് സിനിമകൾ, മലയാള സിനിമ ആയാലും ഇന്ത്യൻ സിനിമകൾ, പല സിനിമകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. പല ഡാൻസ് സീക്വൻസിൽ ഇതിൻ്റെ നമ്മുടെ ഫാക്ടറിയിലൊക്കെ ഷൂട്ട് ചെയ്ത രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടിയുടെ പിക്ചറൈസേഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ റോഡിലൂടെ ഈ വാഹനം ഓടിച്ചു പോയപ്പോൾ തന്നെ എല്ലാവരും നോക്കുവാണ്, എന്തോ ഒരു രാജകീയ പ്രൗഢി എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കൂടെ പങ്കുവയ്ക്കാൻ ഇതിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ജോമോൻ ചേട്ടനെ വിളിക്കാം. ജോമോൻ ചേട്ടനാണ് ഇത് ഓടിച്ചു വരുന്ന വരവ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിന് ശേഷമാണ് ഞാനും അതിലേക്ക് ഇത് ഡ്രൈവ് ചെയ്തത്. അപ്പം എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ജോമോൻ ചേട്ടനാണ് പറയാൻ പറ്റുക. അപ്പം ജോമോൻ ചേട്ടനെ നമ്മൾ വിളിക്കണ്ടേ? അതെ, ജോമോൻ ചേട്ടൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ജോമോൻ ചേട്ടൻ, ഈ സ്റ്റാൻഡേർഡ് 2000 വിന്റേജ് കാറിന്റെ ഉടമസ്ഥൻ. ജോമോൻ ചേട്ടാ, ഹായ്, വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ജോമോൻ ചേട്ടാ, എന്താണ്ട് സുഖമാണോ? കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. നല്ലൊരു വർക്ക്ഷോപ്പ് എവിടെയായിട്ടാ? കാഞ്ഞിരപ്പറ്റത്താണ് വർക്ക്ഷോപ്പ് ഇരിക്കുന്നത്. കാഞ്ഞിരപ്പറ്റ ഒരു അവിടെ ബേസിക്കലി ഈ വിന്റേജ് മോഡൽ കാർസ് ആണോ കൂടുതലും ചെയ്യുന്നത്? ഇല്ല, വിന്റേജ് കാറുകൾ ഇതിപ്പോൾ എൻ്റെ ഒരു വണ്ടി മാത്രമേ ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഓ, ഇത് സ്വന്തം കാർ ഇഷ്ടപ്പെടുത്ത് കൊണ്ടെടുക്കുന്നുള്ളൂ. എത്ര നാളായിട്ട് കിട്ടിയിട്ട് കയ്യില്? ഇതിപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലം ആവുന്നു, 4 കൊല്ലം കഴിഞ്ഞു. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് ഒക്കെ? എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ്? എന്താ പറയുക, അങ്ങനെ ഉപയോഗിക്കുന്നില്ല, റെയറായിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം പാർട്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാർട്സുകൾ പൊതുവെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ആ UK എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ടല്ലേ. അപ്പം നമുക്കിപ്പോൾ ഒരു പാർട്സ് ഇതിന്റെ എന്തെങ്കിലും കാര്യം വർക്ക്ഷോപ്പ് ആണല്ലോ, അതുപോലെ തന്നെ ഗ്ലാസ് എനിക്ക് വണ്ടി കിട്ടുമ്പോൾ ഗ്ലാസ് ഇല്ല, ഗ്ലാസ് ബ്രോക്കൺ ആയിരുന്നു. ഗ്ലാസ് അതുപോലെ ബ്രേക്കിൻ്റെ മാസൻഡർ, ബ്രേക്ക് പാഡുകൾ അതൊക്കെ ഞാൻ പുറത്തുനിന്ന് വരുത്തിയത്. UK റിമർ ബ്രോസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് നമുക്ക് സ്പെയറുകൾ തന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്ലാസ് ഇവിടെ വരുമ്പോൾ എത്ര കോസ്റ്റായി? ഗ്ലാസിന് വളരെ കുറവായിരുന്നു, 35. ഷിപ്പിംഗ് ചാർജും പ്ലസ് ഇവിടുത്തെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തപ്പോഴേക്കും ഏകദേശം ഒരു 75 എടുത്തായി. 75,000 rupees ഗ്ലാസ് മാത്രം, ഗ്ലാസും ഈ ബ്രേക്ക് സിലിണ്ടർ കാര്യങ്ങൾ വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ എൻജിൻ മാറ്റി വെച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പെട്രോൾ എഞ്ചിനായിരുന്നു, ഇതിപ്പോൾ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ എൻജിൻ മാറ്റി വെക്കൽ എൻ്റെ അറിവിൽ ഇത് അല്ല, ഇത് ഓൾറെഡി 96 RC പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി കിട്ടുമ്പോഴേക്കും ഇതിനകത്തിരുന്ന എഞ്ചിൻ സീസായിരുന്നു. ഓക്കെ,
അപ്പോൾ ആ എഞ്ചിൻ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളത് അതൊരു മഹേന്ദ്രയുടെ ഒരു എഞ്ചിനായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റി ഈ സൂസിൻ്റെ ഒരു എഞ്ചിൻ ചെയ്തു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു വിൻറ്റേജ് കാറിനോട് തോന്നിയ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അത് ഏത് കാലം തൊട്ട് എങ്ങനെ ഒരു സ്വന്തമാക്കാനൊക്കെ ഒരു ആഗ്രഹം വന്നത്? പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അപ്പച്ചനെ ഇതിൻ്റെ വർക്കായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പോയിക്കൊണ്ടിരുന്ന ഈ വണ്ടിയില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ആ വണ്ടി അന്നോട്ടേ വണ്ടിക്ക് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം കാഞ്ഞിരമറ്റത്തുള്ള വർക്ക്ഷോപ്പിൽ ഇങ്ങനത്തെ വിൻറ്റേജ് കാറുകളാണോ അതോ പ്രീമിയം കാറുകളാണോ? പ്രീമിയം വണ്ടിയിലാണ് കൂടുതൽ ചെയ്യുന്നത്. വേറെ വിൻറ്റേജ് ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് സ്വന്തമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. വിൻറ്റേജ് പിന്നെ ഒരു 2 ഡോർ പജീറോ ഉണ്ട്. അത് പഴയ വണ്ടി 96 തന്നെ. അപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു വണ്ടി കാണുമ്പോൾ ഒരുപാട് ഷൂട്ടിനൊക്കെ ആൾക്കാർ എൻക്വയറീസ് വരാറുണ്ടോ? അല്ല, ഞാൻ ഇതുവരെ ഒരു കാര്യത്തിലും വണ്ടി കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നല്ല രാശിയാണ് നമ്മുടെ പ്രോഗ്രാം. അത് ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വണ്ടി ചെറുപ്പം മുതലേ വിൻറ്റേജ് കാർസിനോടൊരു ഇഷ്ടമുണ്ട്, അങ്ങനെ സ്വന്തമാക്കിയതാണ്. അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷനൊക്കെ ഭാവിയിൽ ഇതിപ്പോൾ അടുത്തൊരു വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 2000. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലത്തുള്ള പഴയ വാഹനങ്ങളൊക്കെ താല്പര്യമുള്ളവർ ഇപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും പാർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. വിൻറ്റേജ് വണ്ടികൾ ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പമില്ല, ഈ പാർട്സ് സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ വിഷയം. അതൊരു വിഷയമാണ്, പക്ഷെ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അതെ, അങ്ങനെ ആ ഒരു സ്വന്തമായി വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് അത്ര അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡ് 2000ൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ജോമൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്റ്റാൻഡേർഡ് കമ്പനി 1951 അവരുടെ ആദ്യത്തെ വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങുകയും എന്നാൽ അത് അത്ര എന്താ പറയുക ശ്രദ്ധിക്കപ്പെട്ടില്ല, ഇന്ത്യൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു കമ്പനിയായിരുന്നു. അതിനുശേഷം 1985 റോവറായിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് കമ്പനി റോവറോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയൊരു മോഡലിന് രൂപകൽപ്പന നൽകുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലിരിക്കുന്ന എൻജിൻ 1991 CCയിലുള്ള പെട്രോൾ 4 സിലിണ്ടർ ആയിട്ടുള്ള ഇൻലൈൻ ഒരു എൻജിനാണ്. അപ്പോൾ ഇപ്പം ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇസുസുവിൻ്റെ എൻജിനാണ്, ഡീസൽ എൻജിനാണ്. എൻജിൻ അവർ ചേഞ്ച് ചെയ്തു. നമ്മളെ സുഹൃത്തിൻ്റെ ജോമോൻ ചേട്ടനിൽ കിട്ടിയപ്പോൾ എൻജിൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത്. പക്ഷേ ഇത് കമ്പനി ഓൺ ഇറക്കുമ്പോൾ പെട്രോൾ എൻജിനായിരുന്നു. ആൻഡ് ഇതിൻ്റെ പ്ലാന്റ് ഒക്കെ ചെന്നൈയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ജോമോൻ ചേട്ടൻ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് കൊച്ചിയിൽ ഇതിൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. ആക്ച്വലി 3 വാഹനമാണ് അവിടെ ആകെ വിറ്റിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിലൊരു വാഹനമാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് ശരിക്കും ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ തന്നെ കമ്പനി പറഞ്ഞിരുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു, പക്ഷെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു 6 അത് ശരിക്കും അഫോർഡബിൾ അല്ലായിരുന്നു. അതും അന്നത്തെ ആ ഒരു ടൈമിൽ 6 മൈലേജ് എന്ന് പറയുന്നത് 35 വർഷങ്ങൾ മുമ്പാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് അന്ന് കിട്ടിയിരുന്ന വാഹനങ്ങൾ അംബാസഡർ ആൻഡ് ഫിയറ്റ് വണ്ടികളൊക്കെ ആയിരുന്നു, കോണ്ടസ. ആ ഒരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഏകദേശം 2.25 ലക്ഷം രൂപയോളം ആയിരുന്നു ഇതിന്റെ പ്രൈസ്. അതായത് നമുക്കിപ്പോൾ കോണ്ടസയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കോണ്ടസ ഒരു 1 ലാഖിനുള്ളിൽ, ഒരു 95,000 നിൽക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു വാഹനം 2.25 ലക്ഷം രൂപയ്ക്കായിരുന്നു. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ശരിക്കും വർഷങ്ങൾക്ക് മുമ്പത്തെ രാജാവാണ്. അതെ, അത് ലക്ഷറി കാറുകളൊക്കെ യൂസ് ചെയ്യുന്നവർ എടുത്തിരുന്ന ഒരു വാഹനമാണ്. കാര്യം ഇത്രയും ഫീച്ചേഴ്സ് അന്നത്തെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും അത് അടിപൊളിയാണല്ലോ. ഇന്ത്യയിൽ തന്നെ ആദ്യമായി പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സീറ്റ് ബെൽറ്റ്, സെൻട്രൽ ലോക്കിംഗ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മണി ആ ഒരു പ്രൈസ് കമ്പനി ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മണിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ബോഡി ക്വാളിറ്റി അല്ലേ, നമുക്ക് ആ ഡോറൊക്കെ തുറക്കുമ്പോഴേ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി. ഭയങ്കര വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തിൽ ഒരു വാഹനത്തിനും ഇല്ല ഇത്രയും വെയിറ്റ് എന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഡോറിന്റെ ഹാൻഡിൽസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു ലിവർ. സാധാരണ ഞാൻ ഈ വണ്ടി വന്നപ്പോൾ ഇങ്ങനെ തുറക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. ഇത് മുകളിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് തുറക്കുന്നത്. അത് ഭയങ്കര ഒരു പുതുമ തോന്നി ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഡോറ് നമ്മൾ തുറക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ പല വണ്ടികളിലും നമ്മൾ കാണുന്ന
ക്രോമിന്റെ ഒരു ഇൻസേർട്ട്. അതെ, ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സൈഡിലും ഉണ്ട്. അതെ, ഇപ്പം പല വണ്ടികൾക്കും അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ 35 വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്റ്റാൻഡേർഡ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ട് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു ക്രോമിന്റെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസൈനിന്റെ കാര്യം എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അത് ഈ ഒരു വാഹനത്തിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടോ, നല്ല ആ ഒരു എയർ, അതായത് സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കൂടാതെ ഇതിന്റെ കളേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റെഡും ബ്ലൂവും വൈറ്റും ഉണ്ടായിരുന്നത്, ഇത് യെല്ലോ ആക്കി ചേഞ്ച് ചെയ്തതാണ്, റീപെയിന്റ് ചെയ്താണ്. ടയർ സൈസ് ഒക്കെ 14 ഇഞ്ച് ടയർ സൈസ് ആണ് വരുന്നത്, നോർമൽ സൈസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ടൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര സീറ്റിംഗ് ഇതൊക്കെ ഭയങ്കര സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനും ആദ്യം അത് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഭയങ്കരമായിട്ട് സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. സെക്കൻഡ് റോയിലായാൽ പോലും ഭയങ്കര സ്പേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 35 വർഷം മുമ്പത്തെ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ വണ്ടികൾ പരിചയപ്പെടുത്തുന്ന ആ ഒരു ഇതിനകത്ത് ഇന്റീരിയർ ആരും അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ ഇന്റീരിയർ കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാം നോക്കും, കാര്യം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. ഒരു കൺഫ്യൂഷനും ഇല്ല. അതെ, എനിക്ക് തോന്നുന്നേ, ഞാൻ ഈ വണ്ടി സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ഡിക്കി സ്പേസ്, ഈ ബാക്ക് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുന്നത് അതൊന്നും തുറന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ട് ഇത് കാണുന്ന കണ്ടാൽ ഡിക്കി ഇല്ലെന്നേ തോന്നുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ. പക്ഷേ ആ ഒരു ഗ്ലാസ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കാണുന്ന പ്രേക്ഷകർക്കും അതിൻ്റെ ഒരു മെക്കാനിസം കാണിച്ചു കൊടുക്കേണ്ടത്. അതെ, ഉറപ്പായിട്ടും. യെസ്. നമ്മുടെ റിയർ സൈഡിലോട്ട് വരുമ്പോൾ ഇത്രയും വലിയൊരു ഗ്ലാസ് ആണ്, കണ്ടില്ലേ? 35 വർഷങ്ങൾക്ക് മുമ്പ് റിയർ വൈപ്പർ ഉണ്ട്, വാഷർ ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം കാറിന്റെ റിയർ സൈഡ് നോക്കുന്ന അതേ ഫീലും ഉണ്ട്. അടിപൊളിയാണ്. എന്തായാലും ഞാൻ ബൂട്ട് സ്പേസ് കാണിച്ചു തരാം. നല്ല വെയിറ്റ് അല്ലേ? നല്ല വെയിറ്റ് ആണ്. ഓ, പ്രഷർ ഇത് അത്ര പുതിയ വണ്ടിയുടെ നീറ്റ്നെസ് ഒന്നും വിചാരിക്കരുത്. ഇത് 35 വർഷം പഴക്കമുണ്ട്. ഞാൻ സ്പേസ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് തുറന്ന് കാണിച്ചത്. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ആണ്. നല്ല സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇവിടെ അത്യാവശ്യം ഒരു സീറ്റൊക്കെ സെറ്റ് ചെയ്യാം. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് പറയത്തില്ല, കാര്യം ആ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ഡിസൈൻ തന്നെ വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ ജോമോൻ ചേട്ടൻ ഇതിന്റെ ഓണർ പറഞ്ഞിരുന്നു, റോവറിന്റെ സ്പെയർ പാർട്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാനഡയിൽ UK-ന്ന് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഇവർ സ്പെയർ പാർട്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അതിൻ്റെ പ്രൈസ് അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ടെൻഷനില്ല. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇത് അടച്ചോട്ടെ. നല്ല വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓക്കെ. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് 2000 അതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഡോർ തുറന്നപ്പോൾ എനിക്ക് ഈ ഒരു ഡോർ, നമ്മൾ ഡോർ പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യണത് ഞാൻ കാണിച്ചു തന്നു. അകത്തുനിന്ന് ഓപ്പൺ ചെയ്ത് ആദ്യം മനസ്സിലായോ? ഇവിടെയാണ് ഈ നമ്മൾ ആ ഒരു ഹാൻഡ് പിടിക്കുന്ന തുറക്കുന്ന ആ ഒരു അല്ലേ? അതെ, ഇതിൻ്റെ അകത്താണ്. അത് അതിൻ്റെ ക്ലോസ് മനസ്സിലാവും. അത് അപ്പ് ചെയ്താൽ മതി. പിന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ സ്വിച്ചുകളൊക്കെ ഇത്രയും ഓപ്പൺ ആവുന്നുള്ളൂ. ഇവിടെ ക്ലോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. AC വിൻഡോ ഉണ്ട്. ഈ ഡോറിൽ തന്നെയാണ്, ആ ഡോറിന്റെ ആ സൈഡിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരെണ്ണമാണ്. ഈ സീറ്റ് കംഫർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് റോയിലുള്ള സീറ്റ് ബക്കറ്റ് സീറ്റാണ്. പക്ഷേ ഭയങ്കര സ്പേസ് ഉണ്ട്, നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ. ഹെഡ്റെസ്റ്റ് ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ വണ്ടിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ നാളുകളിലുണ്ടായിരുന്ന സീറ്റ് ബെൽറ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് നമ്മുടെ മനസ്സിലെല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതിലും ഇതിൻ്റേതായ യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ഇരിപ്പാണ്. നല്ല രസമാണ് ഇരിക്കാൻ. അതുകൂടാതെ നമുക്ക് കറക്റ്റ് ഇവിടെ ഇരുന്ന് തന്നെ ഫ്രണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ഓപ്പൺ സ്പേസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് വരെ 35 വർഷത്തിന് മുമ്പ്
ഈ വണ്ടിയിലുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നല്ല കംഫർട്ടായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5 ഹാൻഡ് റെസ്റ്റ് മടക്കി വെക്കാനുള്ള 5 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലെ കുറച്ച് കാര്യങ്ങൾ, പഴയ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയറിലാണ് ഞങ്ങളിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് 2000 ഇൻറ്റീരിയറിൽ. ഈ കുറച്ച് മാറ്റങ്ങളൊക്കെ ഈ ഒരു ഇവിടെയുള്ള മാറ്റങ്ങളൊക്കെ കാര്യമാക്കണ്ട. അതായത് ഈ ഒരു ഭാഗമൊക്കെ ഇവിടെ ഇരുന്നത് ചെറിയ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടാണ്. കാര്യം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ശരിക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്പീഡാണ്, എന്നാൽ ഇപ്പം 5 സ്പീഡ് ആക്കിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ ആക്കിയപ്പോൾ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മീറ്റർ കൺസോൾ, ഇത്രയും വലിയ മീറ്റർ കൺസോൾ ഇപ്പോൾ നമ്മൾ പല വാഹനങ്ങളിലും കാണാം. അത് പക്ഷേ ആ ഒരു പകുതിയിൽ സ്ക്രീനാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ഡ്രൈവറിന്റെ ഭാഗത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് RPM മീറ്റർ, സ്പീഡോമീറ്റർ, ഫ്യൂവലിന്റെ കാര്യങ്ങൾ, ടെമ്പറേച്ചർ, ഓയിലിന്റെ കാര്യങ്ങൾ, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഒറ്റയടിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്വിച്ചസ്, പവറിന്റെ സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചസ്, ഈ സ്വിച്ചസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, ഒരു പ്രത്യേക തരം വലിയ എന്താ പറയാ, പഴയകാല എയറോപ്ലെയിൻസിലൊക്കെ, എയറോപ്ലെയിൻ ഞാൻ കണ്ടിട്ടില്ല, അതേ ഒരു ഡിസൈൻ തന്നെ നോക്കിയിട്ടാണ് സ്വിച്ചുകളൊക്കെയാണ്. നമുക്ക് അത് പ്രസ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ AC വിൻസ് ആയാലും നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വുഡൻ ചെറിയ കോമ്പിനേഷൻ. അതില് ഈ ഒരു വെൻസിന്റെ താഴെയായിട്ട് ചെറിയ ലൈറ്റ് ഒക്കെ കണ്ട് ഇപ്പൊ തെളിഞ്ഞാണ്, പക്ഷെ അതില് ഓക്കെ അത് ഇത് തുറക്കുമ്പോ ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്ട്രോങ് കാര്യങ്ങളാട്ടോ. പിന്നെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനായിട്ട് ഇവിടെ ഒരു റോളിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്, അത്യാവശ്യം ആ ഒരു സ്പേസിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഡോർസിലായാലും ഇവിടെ ഇപ്പോൾ ഉള്ള വണ്ടികൾ പോലെ 4 പവർ വിൻഡോ, റൈറ്റ് സൈഡിൽ തന്നെ ഡ്രൈവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ ഒരു വുഡൻ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ഇതിന്റെ ക്ലസ്റ്ററിൽ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ വാർണിംഗ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിന്റെ ഉണ്ട്, ലൈറ്റിന്റെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഹോൺ എവിടെയാണ്, നമ്മളെല്ലാവരുടെയും ഹോൺ ഇപ്പോൾ ഞാനും ഇവിടെ അടിച്ചിരുന്ന റൈഡ് ചെയ്തപ്പോൾ, പക്ഷെ ഈ ഒരു ലിവറാണ് ഇതിന്റെ ഹോൺ. കണ്ടോ, കേട്ടോ, കേൾക്കാൻ തന്നെ രസമല്ലേ, പഴയ ഹോൺ. ഇതാണ് ഇപ്പോഴത്തെ വൈപ്പറിന്റെ ഉണ്ട്. സ്റ്റിയറിംഗിന്റെ ഷേപ്പ് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ഓവൽ ഷേപ്പ് എന്ന് വേണം പറയാം. ഇനിയിപ്പോ കീ കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അതെ, ഇതാണ് കീ, സ്റ്റാൻഡേർഡ് 2000 കീ. ചെറിയൊരു കീ ആണ്, സ്പെയർ കീ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ശരിക്കും ഓടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പഴയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന അതേ ഒരു ഫീലാണ്. നല്ല രസം ഓടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇത്ര വർഷമായല്ലോ, അതും നോക്കണ്ട. പക്ഷെ നമുക്ക് വിന്റേജ് കാർസ് ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടൊരു ഇഷ്ടം തോന്നും. അതെ, നമുക്ക് അംബാസഡറും ഫിയറ്റും ഒക്കെ ഓടിക്കുന്ന ആ ഒരു ഫീലില്ല, അത് തന്നെ ഈ ഒരു വാഹനത്തിലും കിട്ടുന്നുണ്ട്. നല്ല രസമാണ്. അതാണ്, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് 2000. ഇത് പറയാൻ വിട്ടുപോയി, AC-യുടെ കാര്യം. സ്വിച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു നോബാണ്, ഒറ്റ റൈറ്റ് അതിൻ്റെ അകത്ത് ഹീറ്റും ഇതും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്. ഇത് പക്ഷേ ഈ ഒരു ടൈപ്പ് നമ്മൾ പഴയ ട്രാവലറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ കോയിൻസ് ഇടാനായിട്ട് ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്, അവിടെ ബാഡ്ജിങ് ഉണ്ട്, കോയിൻസ്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഉള്ളത്. പിന്നെ വ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ്. ഇതിന്റെ ഗ്ലാസ് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കർവ് ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പില്ലർ ഭയങ്കര ചെറിയൊരു പില്ലർ, അതുകൊണ്ട് തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇതൊന്ന് ആലോചിച്ച് നോക്കാം, 35 വർഷം മുമ്പ് ഈ ഒരു വാഹനം ഇത്രയും ഫെസിലിറ്റിയിൽ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ 2-2.5 ലക്ഷം രൂപ, അന്നത്തെ ആ ഒരു 2.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അതൊട്ടും കൂടുതലല്ല. പിന്നെ എല്ലാവരും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ വണ്ടികൾ സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് 2000.
ഇന്നത്തെ നമ്മുടെ ഡ്രീം ഡ്രൈവിൻ്റെ ഈ ഒരു വിൻറ്റേജ് കാറിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയതും പഴയതുമായ കാറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തും അടുത്ത എപ്പിസോഡിൽ. അതുവരെ ബൈ.